പെരുന്നാളിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന് പെരുന്നാൾ ദിവസത്തിന്റെ ആദാബുകളെക്കുറിച്ചാണ്. അതിന്റെ ഫർളായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, കുറെ മര്യാദകളൊക്കെ ഉണ്ട് പെരുന്നാളിന്. അതില് ഒന്നാമത്തെ സംഗതി, പെരുന്നാൾ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ തക്ബീർ ചൊല്ലി തുടങ്ങണം. പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം, എന്നാലും ഓർപ്പിക്കുക. നമ്മളെ വീട്ടിൽ തക്ബീർ ചൊല്ലണം. നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, കടകളോ അങ്ങാടി എവിടെയായാലും തക്ബീർ ചൊല്ലാം. അതുപോലെ തന്നെ പള്ളികളിൽ തക്ബീർ ചൊല്ലാം. അത് ഒറ്റയ്ക്ക് ചെല്ലാം, കൂട്ടമായി ചെല്ലാം. തക്ബീർ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകിയതിന് നിങ്ങൾ നന്ദിയുള്ളവരായി തീരാനും വേണ്ടി തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ. ആ തക്ബീറിലൂടെ നമ്മൾ അല്ലാഹുവിന്റെ മഹത്വം, വലിപ്പം വാഴ്ത്തും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ടാകും. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലാണ്, അല്ലാഹുവിന്റെ അടിമയാണ് എന്ന ഒരു ബോധവും നമുക്കുണ്ടാകും. അപ്പൊ ഒന്ന് തക്ബീർ ചൊല്ലണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം, പെരുന്നാൾ സുദിനത്തിൽ അതിന്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ് പെരുന്നാളിന് വേണ്ടിയുള്ള സുന്നത്ത് കുളി എന്ന നിലക്ക് കുളിക്കണം. നമ്മൾ തന്നെ പ്രത്യേകിച്ച് മലയാളികൾ എന്നും കുളിക്കുന്നവരായതുകൊണ്ട്, ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കുളിക്കുന്നവരായതുകൊണ്ട് വെള്ളിയാഴ്ച ആയാലും പെരുന്നാളായാലും ഒന്നും ഒരു നീയത്തില്ലാതെ അങ്ങ് കുളിച്ചു പോകും. നമ്മൾ ഓർക്കണം, പെരുന്നാളിന്റെ കുളിയാണ് നമ്മൾ പെരുന്നാളിന് രാവിലെ കുളിക്കുന്നത്. പിന്നെ സുഗന്ധം പൂശൽ പെരുന്നാളിന് പ്രത്യേകിച്ച് നല്ലതാണ്. ഏതൊരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാളെ കാണുന്നതും അയാളെ കൂടെ ഇരിക്കുന്നതും അയാളോട് സംസാരിക്കുന്നതും ഒക്കെ മറ്റാളുകൾക്ക് ആകർഷണീയമായിരിക്കണം. ദുർഗന്ധം വമിപ്പിക്കുന്ന ശരീരത്തോടുകൂടി പോവാൻ പാടില്ല. അല്ലെ, ഉള്ളി തിന്ന്, പച്ച ഉള്ളി തിന്ന് പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൂടെ നിൽക്കുന്ന ആൾക്ക് ദുർഗന്ധം ഉണ്ടാക്കും. ചില ഈ പുകവലിച്ചൊക്കെ വരുന്ന ആളുകള് അങ്ങനെ ഇങ്ങോട്ട് പള്ളിയിലേക്ക് വന്നാൽ അടുത്തിരിക്കുന്ന ആൾക്ക് എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. അപ്പൊ സുഗന്ധം പൂശൽ നല്ലതാണ്. പെരുന്നാളിന് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാം. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം. പുതിയ വസ്ത്രമായാൽ കൂടുതൽ നന്ന്. ഇനി പുതിയ വസ്ത്രം വാങ്ങാൻ കാശില്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് പെരുന്നാളാണ്. അവിടെ ഏതെങ്കിലും ഒരു കുപ്പായ എടുത്ത്, ഏതെങ്കിലും ഒരു തുണി എടുത്ത്, അങ്ങനെയല്ല. ഇന്ന് പെരുന്നാളാണ്. അത് നേരത്തെ ഒരുങ്ങി അന്നത്തേക്കുള്ള വസ്ത്രം ഒരുക്കി വെക്കാം. അതുപോലെ പെരുന്നാളാണ് എന്ന നിലക്ക് നല്ല ഭക്ഷണവും ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇതിൽ വേറൊരു സംഗതിയുണ്ട്. നമ്മൾ ജീവിക്കുക നമ്മളെ കുടുംബത്തിലെ, ഇപ്പൊ നമുക്കും നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ള ആളുകൾക്കും ഒരു പെരുന്നാളാണ് എന്ന് തോന്നുക എങ്ങനെയാ? ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാ ദിവസവും എല്ലാവർക്കും നല്ല ഭക്ഷണമുണ്ട്, എല്ലാവർക്കും നല്ല വസ്ത്രമുണ്ട്, പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്ക് അവർ കുട്ടിക്കാലത്ത് പെരുന്നാളിനെ കാത്തിക്കേനും. എന്താ അറിയോ, പെരുന്നാളിനാണ് ഒരു പുതിയ വസ്ത്രം ഉണ്ടാകുക. സ്കൂൾ തുറക്കുമ്പോഴൊന്നുമല്ല, പെരുന്നാളിന്. അപ്പോ പെരുന്നാളിന് കുറെ നേരത്തെ വസ്ത്രമൊക്കെ വാങ്ങി തയ്യൽക്കാരന്റെ അടുത്ത് കൊടുത്ത്, എന്നിട്ട് പെരുന്നാളിന് അന്ന് രാവിലെയൊക്കെയാണ് ഇത് അടിച്ചു കിട്ടുക. അപ്പൊ പുതിയ കുപ്പായ ഇടാനുള്ള പൂതി മക്കൾക്കുണ്ടായത്. പെരുന്നാളിനന്നാണ് ഒരു നെയ്ച്ചോറ് വെക്കുക, അന്നാണ് കുറച്ച് ഇറച്ചി വാങ്ങുക, അന്നാണ് പലപ്പോഴും ഒരു പപ്പടം പൊരിക്കുക. അപ്പൊ കുട്ടികൾക്കൊക്കെ പെരുന്നാൾ വരുന്നുണ്ട്, അന്ന് നല്ല ഭക്ഷണം എന്ന് ആഗ്രഹിച്ച് നിന്നിരുന്നു. അപ്പൊ നമ്മൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചും സുഗന്ധം പൂശിയും ഉള്ളതുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയുമൊക്കെ പെരുന്നാൾ ആഘോഷിക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോഴേ തക്ബീർ ചൊല്ലിപ്പോണം. പള്ളിയിലേക്കും ഈദ്ഗാഹിലേക്കൊക്കെ പോകുമ്പോഴേ അവിടുന്ന് തിരിച്ചു വരുമ്പോഴേ വഴി മാറി വരണം. അതും ഒരു സുന്നത്താണ്. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന ഒരു വഴിക്കാണെങ്കിൽ നടന്ന് തിരിച്ചു വരുന്ന വേറൊരു വഴിക്ക്. അതെന്തിനായിരിക്കും? എന്തിനായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞ് കാണുന്നവർക്കൊക്കെ സലാം പറയാം, അവർക്കൊക്കെ ഇത് ആശംസകൾ അർപ്പിക്കാം. അതും ഒരു സുന്നത്ത. പെരുന്നാൾ ആശംസകള് ഇപ്പൊ ഓരോ പ്രദേശത്തും ഓരോ രൂപത്തിലൊക്കെ പറയും. സഹാബിമാരൊക്കെ പറഞ്ഞ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നമ്മുടെ ഇവിടേക്കാണ് ഈദ് മുബാറക്, പെരുന്നാൾ ആശംസകൾ. അപ്പൊ ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആശംസകൾ പറയലും നല്ലതാണ്. പിന്നെ പെരുന്നാളിന്റെ അന്ന് കുടുംബബന്ധം പുലർത്തൽ. ഇപ്പോ മക്കൾ വളരെ ദൂരെയാണ്, മാതാപിതാക്കൾക്ക് അവരൊന്ന് വിളിച്ചു നോക്കാം, മോനെ മോളെ പെരുന്നാൾ എങ്ങനെയുണ്ട്. മക്കൾ ദൂരെയാണ്, അവർ മാതാപിതാക്കളെ വിളിക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട് ഉമ്മ അപ്പ പെരുന്നാളൊക്കെ ആരൊക്കെ വന്നു, അങ്ങനെ ഒരു സന്തോഷം. അതുപോലെ തന്നെ അടുത്തൊക്കെയുള്ള ആളുകളെ കാണാൻ പോവാ, സന്ദർശിക്കാം.
അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുക, കുടുംബക്കാരെ സന്ദർശിക്കുക, സുഖമില്ലാത്ത ആളുകളെ സന്ദർശിക്കുക. അപ്പൊ കുടുംബബന്ധം, മനുഷ്യബന്ധം ശക്തിപ്പെടുത്താനും ഈ പെരുന്നാൾ നമ്മൾ ഉപയോഗിക്കണം. എന്നല്ലാതെ പെരുന്നാൾ നിസ്കരിച്ച് പോയി കിടന്നുറങ്ങുന്ന രൂപമല്ല. പിന്നെ ഉള്ളത് വിനോദമാണ്. വിനോദം, ഹലാലായ വിനോദങ്ങളൊക്കെ പെരുന്നാളിന് നല്ലതാണ്. ഇങ്ങനെ അന്ന് ഇങ്ങനെ ഒരു ബലം പിടിച്ചുകൊണ്ട് വാപ്പ തന്ന മക്കള് പേടിച്ചു കുത്തിരിക്കുക, അങ്ങനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. പെരുന്നാളിന്റെ അന്ന് 2 പെൺകുട്ടികള്, ചെറിയ കുട്ടികൾ പാട്ടുപാടി. അങ്ങനെ പാട്ടുപാടിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അതിൽ അനിഷ്ടം കാണിച്ചു. അതായത് ഇങ്ങനെ എന്തിനാ അവിടെ പാട്ടുപാടുന്നത് എന്ന് ചോദിച്ചു. എന്തൊരു ഷെയ്ത്താന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു. അത് നബി കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട്, ദാഹുമ, അവരെ വിട്ടേക്ക്, അവരെ വിട്ടേക്ക്. എല്ലാ സമൂഹത്തിനും ഒരു പെരുന്നാളില്ലേ? ലിക്കുല്ലി ഖൗമിൻ ഈദ, ഇന്ന ലിക്കുല്ലി ഖൗമിൻ ഈദ. ഓരോ സമുദായങ്ങൾക്കും ഓരോ ആഘോഷങ്ങളുണ്ട്. വഹാദ ഈദുന, ഇത് നമ്മളെ പെരുന്നാളല്ലേ, മക്കൾ പാട്ടുപാടിക്കോട്ടെ എന്നാ റസൂല പറഞ്ഞത്. അപ്പൊ നമ്മള് പെരുന്നാൾ ദിവസം നമുക്കും നമ്മുടെ മക്കൾക്കും ആനന്ദകരമായ ഹലാലായ സംഗതികൾ ചെയ്യാം. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുകയും വേണം. ഇപ്പൊ മക്കളെ കൂട്ടിയൊക്കെ അടുത്തൊരു സ്ഥലത്തേക്ക് ഒരു ടൂറ് പോകാം. ആ പോകുമ്പോൾ വഴി നമുക്ക് നമസ്കരിക്കാം. അതുപോലെ അവർക്ക് ആവശ്യമുള്ള സംഗതികൾ വാങ്ങിക്കൊടുക്കാം. ഹറാമിലേക്ക് പോവാതിരുന്നാൽ മതി. നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയും ഭർത്താവിനെയൊക്കെ കൂട്ടി ഇതൊന്നും ആഘോഷിക്കുന്നില്ലെങ്കിൽ അവർ പിന്നെ അതിന്റെ കളം വിട്ട് ഹറാമിലേക്ക് എത്തിപ്പോകും. അങ്ങനെ വരാതിരിക്കാനും നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ പെരുന്നാളിന്റെ നിസ്കരിക്കാൻ പോകുമ്പോൾ ഒരു സുന്നത്ത്, ചെറിയ പെരുന്നാളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത് കുറച്ച് ഈത്തപ്പഴമൊക്കെ കഴിച്ചിട്ടാണെന്ന്. ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഒരു സുന്നത്ത്, അത് ഒറ്റയായി കഴിക്കൽ സുന്നത്താണെന്ന്. 1, 3, 5, 7 അങ്ങനെ. അപ്പൊ ഏതായാലും ഒരു ഭക്ഷണം കഴിച്ച് ചെറിയ പെരുന്നാളിന് നിസ്കരിക്കാൻ പോവാം. ബലിപ്പെരുന്നാളിന് നിസ്കാരം കഴിഞ്ഞു വന്നിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാണ്. പിന്നെ ഈ പെരുന്നാൾ നമസ്കാരത്തിന് എല്ലാവരും കൂടെയാണ് പോണ്ടത്. മുതിർന്നവരും പ്രായം കുറഞ്ഞ കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടി, അങ്ങനെയാണ് ഹദീസിലുള്ളത്. അതിൽ സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹിൽ പോകുമ്പോഴേ, ഇപ്പൊ നമസ്കാരം പാടില്ലാത്ത അവരുടെ ആർത്തവ കാലത്ത്, പ്രസവിച്ചു കിടക്കുന്ന കാലത്തൊക്കെ ഉണ്ടല്ലോ, അവർക്കും ഈദ്ഗാഹിൽ പോവാന്നല്ല അന്ന് പോയിരുന്നു എന്നാ. എന്നിട്ടോ അവരവിടെ ഇരുന്നാൽ മതി. എന്നിട്ട് ഈ സന്തോഷം പങ്കുവെക്കുക, ദുആയിൽ പങ്കെടുക്കുക, നിസ്കാരത്തിൽ അവിടെ ഉണ്ടാവുക, അത്രയൊക്കെ തന്നെ. അപ്പൊ എല്ലാവരും കൂടെയാണ് പെരുന്നാൾ നമസ്കാരത്തിന് പോവേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കുക, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക. ഒരു മാറ്റം, അതായത് റമദാന്റെ മുമ്പുണ്ടായിരുന്നതിന് ഒരു മാറ്റം നമുക്ക് റമദാനിൽ ഉണ്ടായില്ലേ? ഇല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കും. 1 മണിക്കൂർ ഞാൻ പള്ളിയിലിരിക്കും, 1 മണിക്കൂർ ഞാൻ ഖുർആൻ ഓതും, കുറച്ചു നേരം ഞാൻ ദുആ ചെയ്യും എന്ന നിലയിൽ നാം നമ്മിൽ ഒരു മാറ്റം ഉണ്ടാക്കുക. അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.